ഈ സമുദായത്തിൽ നടക്കുന്ന ഖബറിന്റെ അടുത്തുള്ള എല്ലാ സംഗതികളും മഹാത്മാക്കളോട് സങ്കടം പറയുന്ന നമ്മുടെ ഇസ്തിഗ്ഫാറും ഇസ്തിഗാസയും ഒക്കെ ഈ സമുദായ ഷിയാക്കളിൽ നിന്ന് പകർത്തതാണ് എന്നാണ് ഇപ്പൊ പുതിയതായിട്ട് കാച്ചുണ്ട്. ഇത് പുതിയതാണ്, ഷിയാക്കളിൽ നിന്ന് പകർത്തത്. ഇപ്പൊ അത് മനുഷ്യന്മാരെ പറ്റിക്കാൻ ഷിയാക്കളിൽ നിന്ന് പകർത്തെടുത്തതാണ്. ഈ ഷിയാക്കൾ എന്ന് പറയുന്നവരുണ്ടായിട്ട് എത്ര കാലമായിടോ? ഷിയാക്കൾ എത്ര കാലമായി ഉണ്ടായിട്ട്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായവരല്ലേ ഷിയാക്കൾ. അലിയാരുടെ പുത്രൻ അഷ്റഫുൽ ഖൽഖിന്റെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുമ്പോൾ പോലും ഷിയാക്കളില്ലേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കൂഫയിലെ ഖസ്റുൽ ഇമാറയിൽ എവിടെയാണെന്നറിയപ്പെടാതെ ഖബറടക്കപ്പെട്ടതു തന്നെ ഷിയാക്കൾ അവിടുത്തെ ശരീരം മാന്തിയെടുക്കുമെന്ന് പേടിച്ചിട്ടല്ലേ? അത്രമേൽ സമുദായത്തിൽ പേടിക്കപ്പെട്ട അലിയാരുടെ കാലത്തുള്ള ഷിയാക്കൾ. ഏതാ കാലം? ഹിജ്റയുടെ ആദ്യത്തെ 30 വർഷത്തിന്റെ മുമ്പാ അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖിലാഫത്ത്. അലിയാർ വഫാത്താകുന്ന കാലത്ത് നബിയുടെ ഖിലാഫത്തിന്റെ 30 വർഷം കഴിഞ്ഞിട്ടില്ല. അക്കാലത്ത് തന്നെയുള്ള ഷിയാക്കൾ അവരുടെ കാലത്തെ ഉള്ള ആചാരമാണ് ഇതെങ്കിൽ ഹുസൈൻ എന്നവരുടെ ഖബറിങ്കലും മഹാത്മാക്കളുടെ ഖബറിങ്കലും നൂറ്റാണ്ടുകളായി അവർ നടത്തി വരുന്ന ആചാരങ്ങളുടെ പേരിലോ നമ്മുടെ സങ്കടം പറയുന്ന ഇസ്തിഗ്ഫാറിന്റെ പേരിലോ ഷിയാക്കളെ ശിർക്കെന്ന് ആരോപിച്ച വല്ല പണ്ഡിതനും ഇബ്നു തൈമിയ്യക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ?